ഞാനൊരു ഡയലോഗ് പറയാം. ആ ഡയലോഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആളെ ഓർമ്മ വരുമോ എന്നുള്ളത് നോക്ക്. ഇങ്ങള് തന്നെ ഭരണം, ഓര് വന്ന എനിക്ക് പെൻഷൻ കിട്ടൂല, ഇങ്ങള് തന്നെ ഭരണം. അങ്ങനെ പറയുമ്പോ ഗോവിന്ദമാഷ് പറയുന്നുണ്ട്, ആ ഞങ്ങൾ തന്നെ വരാം. പിന്നെ ഗോവിന്ദമാഷ് ഊട്ടിക്ക് ടൂർ പോയല്ലേ തിരിച്ച് ഗോവിന്ദമാഷ് തന്നെ വരാൻ. പിന്നെ ഗോവിന്ദമാഷെ ഇങ്ങനെ ആളെ കൊണ്ടുവന്ന് ഈ പാവം പിടിച്ച അപ്പൂപ്പന്മാരെയൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യിക്കുമ്പോ ഉണ്ടല്ലോ, ഇതിന്റെ സത്യാവസ്ഥ നാട്ടുകാർ അറിയുമെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. പണ്ടത്തെ കാലമല്ല, സോഷ്യൽ മീഡിയയും ന്യൂസും ഒക്കെ ഇപ്പം എല്ലാവരുടെയും കയ്യിലുണ്ട്. എല്ലാവരുടെയും വിരൽത്തുമ്പിൽ ക്യാമറ ഉള്ള കാലത്ത് ഇതൊക്കെ പൊളിയുമെന്നുള്ളത് ഗോവിന്ദമാഷ് മനസ്സിലാക്കുക. എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു വീഡിയോ കണ്ടിട്ട് വരാം. നിങ്ങൾ മനസ്സാറിന് കൊടുത്തതല്ലേ? മനസ്സാറിന് കൊടുത്തതല്ലേനോ? അങ്ങനെയല്ലേ പറയുന്ന നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? കേട്ടോ? ഇല്ല, അതെ നിങ്ങൾ പറഞ്ഞതേനോ? ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരൊക്കെ എത്തും, പിണറായിന്റെ എത്തിയെത്തും, വേറെ എല്ലാവരും എത്തിയെത്തും. പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ നിങ്ങൾ കളിക്കുന്നില്ലേ? അതേമാതിരി ഞാൻ സ്റ്റേജിന്മ കേറിയിട്ട് കളിക്കാം മുപ്പരെത്തിയെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ കീസയിലിടും പറഞ്ഞു, കീസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞു എന്റെ കീസയിലിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കൊടുത്തല്ല. പേര് കേട്ടാൻ വേണ്ടിട്ട് ഞാൻ ചെയ്ത പറഞ്ഞ അത് ചെയ്യണ്ടായിരുന്നു. അതാ ചെയ്തതിനെ കൊണ്ട് എന്താ ദോഷം ഉണ്ടായത്? ചെയ്തതുകൊണ്ട് ഇപ്പൊ എന്താ ദോഷം ഉണ്ടായത്? ചെയ്തിട്ട് ദോഷം ഉണ്ടായത് പല ആൾക്കാരും പലതും പറയാ. അത് തന്നെ ഞാൻ അങ്ങനെ കാണിക്കണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതിൽ എന്താണ് ആ അപ്പൂപ്പൻ പറഞ്ഞത്? പാർട്ടിക്കാർ വന്ന് അപ്പൂപ്പന്റെ അടുത്ത് പറഞ്ഞു, സ്റ്റേജിൽ കയറി നിന്ന് പൈസ കൊടുക്കണം, അതിങ്ങനെ എണ്ണി നോക്കിയിട്ട് ആ പൈസ തിരിച്ചു തരും, ഒരു നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരും എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് അപ്പൂപ്പ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ചെയ്യേണ്ടിയിരുന്നില്ല, ചെയ്യണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു എന്നുള്ളത്. അപ്പൂപ്പന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൂപ്പന്റെ അടുത്ത് ആരും പറഞ്ഞു കാണത്തില്ല, ഈ വീഡിയോ എടുത്ത് ലോകം മൊത്തം പ്രചരിപ്പിക്കുക എന്നുള്ളത് അപ്പൂപ്പനോട് പറഞ്ഞു കാണത്തില്ല. അപ്പൂപ്പൻ അത് കണ്ടപ്പോ അപ്പൂപ്പന് വിഷമം ഉണ്ടായി കാണും. നിങ്ങൾ സ്റ്റേജിൽ കയറി അവിടെ കൂടിയവരെ കാണിച്ചതൊക്കെ, നാട്ടുകാരെ മൊത്തം കാണിച്ചത് അത്ര ശരിയായില്ല ഗോവിന്ദമാഷെ. പിന്നെ നിങ്ങൾക്ക് PR വർക്ക് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഈ PR വർക്കൊക്കെ കാലഹരണപ്പെട്ട രീതിയാണ്. ഈ പറയുന്ന കിണറിനകത്ത് ഇറങ്ങി വെള്ളം കോരുന്നതും, വയലിൽ കിളച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ കൂടെ ഇറങ്ങി മൺവെട്ടി എടുത്ത് കിളയ്ക്കുന്നതും, ചെളിയിൽ ഇറങ്ങി ഞാറ് നടുന്നതും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആണ് എന്ന് കാണിക്കാൻ വീട്ടിൽ കയറി മീൻ വെട്ടുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ കാലഹരണപ്പെട്ട PR വർക്കാണ്. അതിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. നല്ല PR വർക്ക് ഇപ്പോഴത്തെ ചുണക്കുട്ടികളുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നല്ല പിള്ളേരുടെ കയ്യിലോട്ട് PR വർക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ IT സെല്ലിന്റെ തലവനും ഒരു മണ്ടനാണെന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട ട്രോളുകൾ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം കാണും നിങ്ങളുടെ അടുത്ത്. അതൊക്കെ ഈ തീർക്കുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടുവന്ന് മാസ് ആണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോഴാണ്. പിന്നെ എനിക്ക് ഈ പാർട്ടിക്കാരോട് ചോദിക്കാനുള്ളത്, ഇതൊക്കെ വളരെ മാസ് ആണെന്നും പറഞ്ഞ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് വിമർശിച്ച് നോക്കുക. ഇതൊക്കെ ശരിയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയാണോ വേണ്ടിയിരുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഗോവിന്ദമാഷിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം കേരളത്തിലെ CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നൊരു പാർട്ടിയുടെ സംസ്ഥാന നേതൃസ്ഥാനമായ സെക്രട്ടറി സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ആ സ്ഥാനത്തിരുന്ന് കാണിക്കുന്ന കോമാളിത്തരം ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചേരുന്നതാണോ എന്ന് സ്വയം ഒന്ന് വിമർശിച്ചു നോക്കുക. കാരണം ആ സ്ഥാനത്ത് ഇരിക്കാൻ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായത് ഈ നാട്ടിൽ ഒരുപാട് പേര് രക്തസാക്ഷി ആയതുകൊണ്ടും, ഈ പാർട്ടിയിൽ ഒരുപാട് പേര് പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ടതുകൊണ്ടും, ലോകപ്രവർത്തനങ്ങൾ കൊണ്ടതുകൊണ്ടും, ഈ നാട്ടില് പട്ടിണി കിടന്നുമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിലെ പഴയ കമ്മ്യൂണിസ്റ്റുകാർ വളർത്തിയത്. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നൊരു പാർട്ടിയെ മുച്ചോട് മുടിക്കാൻ വേണ്ടി ഇതുപോലെ വന്നിരുന്ന പത്രസമ്മേളനങ്ങളിൽ ഓരോ വിടുവായുത്തരം വിളിച്ചു പറയുമ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറി സ്വയം ചിന്തിച്ചു നോക്കുക, ഇതൊക്കെ ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചേരുന്ന കാര്യമാണോ എന്നുള്ളത്. എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും ഗോവിന്ദമാഷ് എന്താണ് ഇന്നത്തെ പത്രസമ്മേളനത്തിലും പറഞ്ഞതെന്നൊന്ന് കേട്ടിട്ട് വരാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രീതിയാണ്, ഒരു വ്യത്യാസമില്ല. ആരും പ്രേമകുമാറായാലും സച്ചിദാനന്ദനായാലും ഒക്കെ. അതായത് ഞങ്ങളെ വിമർശിക്കുന്നത് കേൾക്കാനേ നിങ്ങൾക്ക് വിഷമം. ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമമില്ല. പോരെ, നിങ്ങൾക്ക് എന്തിനാ ഇത്ര അസഹിഷ്ണുത? എനിക്കത് മനസ്സിലാവാതെ. ഞങ്ങളെ വിമർശിക്കുന്നു, സച്ചിദാനന്ദൻ ഞങ്ങളെ വിമർശിക്കുന്നു, ഇനി പ്രേംകുമാർ ഞങ്ങളെ വിമർശിക്കും. പിന്നെ സാഹിത്യകാരന്മാര്, കലാകാരന്മാര്
സിനിമക്കാരും ഒക്കെ ഇല്ലേ, അവരൊക്കെ വിമർശിക്കുന്നത് ഞങ്ങൾ അതിന്റെ എല്ലാം ഉള്ളടക്കം കൃത്യമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് പോകാൻ നല്ല വിമർശനം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനവും പാർട്ടിയൊക്കെയാണ് ഞങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. അത്രയേ ഉള്ളൂ. ഇനി അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഉപചോദ്യങ്ങളും ചോദ്യങ്ങളും ഒന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ പറഞ്ഞത്? ആര് വേണമെങ്കിലും ഞങ്ങളെ വിമർശിച്ചോട്ടെ, സച്ചിദാനന്ദൻ വിമർശിച്ചോട്ടെ, പ്രേംകുമാർ വിമർശിച്ചോട്ടെ, വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്. പക്ഷെ ഞങ്ങൾ മാറൂല. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ മാറാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടെ ഗോവിന്ദ മാഷ് ഓർക്കുക, ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായ ഒരു പാർട്ടി, ആ പാർട്ടി ഇന്ന് ഈ നിലയിൽ നിൽക്കുമ്പോൾ ആ രക്തസാക്ഷികളുടെ ഒക്കെ മുഖത്ത് നോക്കി കൊഞ്ഞണം കുത്തുന്ന പരിപാടിയാണ് പാർട്ടി സെക്രട്ടറി എന്നുള്ള ലെവലിൽ അങ്ങ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള PR വർക്കുകളായിട്ട് അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും പാവം തൊഴിലുറപ്പുമാരെ അമ്മമാരെയും ഒക്കെ എടുത്തോണ്ട് വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള സ്റ്റോറി ഇതുപോലെ പൊളിഞ്ഞു പോയാൽ ആകെ നാറിപ്പോകുമെന്ന് മാത്രമേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയ സഖാക്കളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊന്നും അത്ര മാസല്ല. ഇതൊക്കെ മാസായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഒരു മാസല്ല.